പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച സ്പാനിഷ് താരം ആൻഡ്രേസ് ഇനിയേസ്റ്റ 22 വർഷം നീണ്ട ഐതിഹാസിക കരിയറിനൊടുവിൽ 40-ാം വയസ്സിലാണ് ഇനിയേസ്റ്റയുടെ വിരമിക്കൽ പ്രഖ്യാപനം. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് വിവരങ്ങളുമായി. അനിൽ, ഈ ഘട്ടത്തിൽ നമുക്ക് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? 22 വർഷം നീണ്ട ഐതിഹാസിക കരിയറിനൊടുവിൽ 40-ാം വയസ്സിലാണ് ആൻഡ്രേസ് ഇനിയേസ്റ്റയുടെ വിരമിക്കൽ പ്രഖ്യാപനം. 2002-ലാണ് ബാഴ്സലോണയിലൂടെയാണ് പ്രൊഫഷണൽ ഫുട്ബോളിലേക്ക് വരുന്നത്. അതിനു മുമ്പ് ലാമാസയിലൂടെയും ഒക്കെ തന്നെ കളിച്ചിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ സീനിയർ തലത്തിലുള്ള മത്സരങ്ങൾ തുടങ്ങുന്നത് 2002-ലാണ്. അവിടെ നിന്ന് എണ്ണമറ്റ മത്സരങ്ങൾ 885 മത്സരങ്ങളാണ് അദ്ദേഹം ബാഴ്സലോണയ്ക്കും സ്പെയിനുമായും ഒപ്പം തന്നെ വിൻസൽ കോംബയ്ക്കും ഏറ്റവും ഒടുവിൽ UAE ക്ലബ്ബ് എമിറേറ്റ്സിനുമൊക്കെയായി തന്നെ കളിച്ചിരിക്കുന്നത്. ഇതിനിടെ നിരവധി ട്രോഫികൾ, 4 തവണ ചാമ്പ്യൻസ് ലീഗ്, 9 തവണ സ്പാനിഷ് ലീഗ്, 3 തവണ ക്ലബ്ബ് ലോകകപ്പ്, സൂപ്പർ കപ്പ്, ഇങ്ങനെ നിരവധി ട്രോഫികൾ ക്ലബ്ബ് തലത്തിലും ഒപ്പം തന്നെ സ്പെയിനായും നിരവധി കിരീടങ്ങൾ അദ്ദേഹം സ്വന്തമാക്കി. ഇതിൽ എടുത്തു പറയേണ്ടത് 2010-ലെ ലോകകപ്പ് നേട്ടമാണ്. സ്പെയിനിന് ലോകകപ്പ് സമ്മാനിച്ച ഫൈനലിലെ ഗോൾ നേടിയത്, നെതർലൻഡ്സിനെതിരായ ഗോൾ നേടിയത് ആൻഡ്രേസ് ഇനിയേസ്റ്റയാണ്. ഒപ്പം തന്നെ 2008-ലെയും 2012-ലെയും യൂറോ കപ്പ് നേട്ടങ്ങളും ഇനിയേസ്റ്റയ്ക്ക് സ്വന്തമായുണ്ട്. ഒരുപക്ഷെ ഹേറ്റേഴ്സ് ഇല്ലാത്ത ഒരു ഫുട്ബോളേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് എടുത്താൽ അതിൽ മുൻനിരയിൽ തന്നെ കാണും ആൻഡ്രേസ് ഇനിയേസ്റ്റ. മധ്യനിരയിൽ അദ്ദേഹം സമ്മാനിച്ച അനവധി മുഹൂർത്തങ്ങളുണ്ട്. ഒപ്പം സാവിക്കും മെസ്സിക്കും ഒപ്പം അദ്ദേഹം ബാഴ്സലോണയിൽ സമ്മാനിച്ച അനവധി നല്ല മുഹൂർത്തങ്ങൾ. അതിനൊക്കെ ശേഷം ബാഴ്സലോണയ്ക്കെതിരെ ഇനി കളിക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ജപ്പാൻ ലീഗിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് UAE-യിലേക്കും വരുന്നത്. എന്തായാലും ഒരു ദീർഘനാളത്തെ കരിയർ, അവിടെയൊക്കെ തന്നെ ഏറ്റവും മികച്ച കളി കളിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ വിരമിക്കൽ തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. ഈ മാസം 8-ാം തീയതി അതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവും. അന്നത്തോടുകൂടി കളി നിർത്തുമെന്നാണ് ആൻഡ്രേസ് ഇനിയേസ്റ്റയിൽ നിന്ന് ഇപ്പോൾ കിട്ടുന്ന വിവരം. ആൻഡ്രേസ് ഇനിയേസ്റ്റ ഫുട്ബോളിൽ നിന്ന് വിരമിക്കുന്നു.